പശ്ചിമേഷ്യയെ വിഴുങ്ങിയ യുദ്ധഭീതി അകറ്റാൻ ഇറാൻ അമേരിക്ക ചർച്ച ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ചർച്ച പൊളിയുന്ന സ്ഥിതിയുണ്ടായാൽ ഖമനേയി ദുഃഖിക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആ അർത്ഥത്തിൽ ഖമനേയി ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നു. മുന്നറിയിപ്പിന് പിന്നാലെ വമ്പൻ സൈനിക വ്യൂഹത്തെയും ഇറാനെ ലക്ഷ്യമാക്കി US അയക്കുകയും സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടിക്കാഴ്ച ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായുള്ള ട്രംപിന്റെ ഈ പരസ്യ പ്രസ്താവനയും ഒപ്പം ഇറാനെ ലക്ഷ്യമിട്ടുള്ള അതിഗംഭീര സൈനിക വിന്യാസവും നൽകുന്ന സൂചനകൾ വലുതാണ്. ചർച്ച പരാജയമാകുന്ന ഘട്ടമുണ്ടായാൽ ഉടൻ ആക്രമണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളരുമോ എന്ന ആശങ്ക അതിശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ആശങ്കകൾക്കിടയിലാണ് ഒമാനിൽ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നത്. തുർക്കിയിൽ ചർച്ച നടത്താനായിരുന്നു നീക്കമെങ്കിലും തുർക്കിയോട് ഇറാനോടുള്ള രാഷ്ട്രീയ വിരോധമാണ് ഇറാനോട് കുറച്ചുകൂടി അടുത്ത് കിടക്കുന്ന ഒമാനിലേക്ക് ചർച്ച മാറ്റാനുള്ള കാരണം. ആഴ്ചകളോളം നീണ്ട വാക്പോരുകൾക്ക് ശേഷമാണ് അമേരിക്കയും ഇറാനും ചർച്ചകളിലേക്ക് കടക്കുന്നത്. അതിനിടയിലും അമേരിക്ക പ്രകോപനമുണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവനാ യുദ്ധം തുടരുകയുമാണ്. അതോടൊപ്പം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. പ്രസിഡന്റിന്റെ ആവശ്യങ്ങൾ വ്യക്തമാണ് എന്ന് US പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റും വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവായുധ വികസന പദ്ധതി ഇറാൻ നിർത്തിവെക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. ഈ ഉപാധിക്ക് വഴങ്ങിയില്ലെങ്കിൽ യുദ്ധം എന്ന നിലയിലാണ് അമേരിക്കയുടെ നിലപാട്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലെത്താൻ തയ്യാറായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. US-ന്റെ ഭീഷണി നേരിടാൻ സജ്ജമാണ് എന്നാണ് ഇതിന് മറുപടിയായി ഇറാൻ സൈനിക മേധാവി അബ്ദുൾ റഹീം മുസാവി പറഞ്ഞത്. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് ഇറാന്റെ സൈനിക നയം മാറിയതായും ഇബ്രാഹിം മുസാവി പറഞ്ഞത് അമേരിക്കയ്ക്കുള്ള കടുത്ത മറുപടിയായി അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ചർച്ചകൾക്കായി ഇറാന്റെയും അമേരിക്കയുടെയും ഉന്നതാധികാരികൾ ഒമാനിലെത്തിയിട്ടുണ്ട്. ഇറാന്റെ നിർബന്ധത്തിലാണ് ചർച്ചാവേദിയായി ഒമാനെ നിശ്ചയിച്ചത്. തുർക്കിയിൽ ചർച്ച നടത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ തുർക്കി അമേരിക്കയുടെയും നാറ്റോയുടെയും സഖ്യസേനയാണ് എന്നതും ഇറാനുമായി തുർക്കിക്ക് അത്ര അടുപ്പമില്ല എന്നതും ചൂണ്ടിക്കാട്ടി ഇറാൻ ഒമാനിലേക്ക് ചർച്ച മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ ഇറാനോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന രാജ്യം ഒമാനാണ് എന്നതും ഇറാനെ ഒമാൻ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു. അബ്ബാസ് അരാക്ചിയാണ് ഇറാന്റെ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധികളായി സ്റ്റീവ് വിറ്റ്കോഫും കുഷ്ണറുമുണ്ട്. ആണവ പദ്ധതിയിൽ ഡീലിന് തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറാകാൻ ട്രംപ് നേരത്തെ പലകുറി ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആണവ പദ്ധതികൾ മാത്രമല്ല, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം, പ്രാദേശിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ, ആഭ്യന്തര മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയും ചർച്ചാ വിഷയമാകണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ആണവ പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായാൽ പോലും യുറേനിയം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഡീലിന് ഇറാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അക്കാര്യം അബ്ബാസ് അരാക്ചി നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പരിധി കുറയ്ക്കാമെന്ന് ഇറാൻ സമ്മതിച്ചുവെങ്കിലും സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റാനാകില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ആണവായുധം നിർമ്മിക്കാനല്ല, ഊർജ ആവശ്യത്തിനാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്നാണ് ഇറാൻ എടുത്തിരിക്കുന്ന നിലപാട്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയിൽ എന്തെങ്കിലും പുതിയ നിലപാടോ തീരുമാനമോ ഉരുത്തിരിയുമോ എന്ന് ഉറപ്പില്ല. ഇറാൻ നിലപാട് അമേരിക്കയ്ക്ക് സ്വീകാര്യമായില്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നീങ്ങില്ല എന്നും പറയാനാകില്ല. കാരണം ഡീലിന് തയ്യാറല്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ആ അർത്ഥത്തിൽ ഖമനേയി ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ സംഘർഷം എന്ന അർത്ഥത്തിൽ തന്നെ കാണേണ്ടി വരും. കാരണം അമേരിക്കയുടെ ലക്ഷ്യം ആണവ പദ്ധതിയുടെ പേര് പറഞ്ഞ് മറ്റു രാഷ്ട്രങ്ങളിൽ ചെയ്തതുപോലെ ആക്രമിച്ച് കീഴടക്കി ഇറാനിൽ തങ്ങളുടെ പാവ ഗവൺമെന്റിനെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. മുൻപ് ഇറാഖിലും ഇപ്പോൾ വെനസ്വലയിലും നമ്മളത് കണ്ടതുമാണ്. അങ്ങനെ ഇറാന് നേർക്ക് ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ മുൻപത്തെ പോലെ തന്നെ അവസാനിക്കുമോ എന്നും ഉറപ്പില്ല. കാരണം കഴിഞ്ഞ വർഷം ജൂണിൽ US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോഴും കാര്യമായ തിരിച്ചടി ഇറാൻ നൽകിയിരുന്നില്ല. അന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകരുകയും ചെയ്തിരുന്നു. ഈ കേന്ദ്രങ്ങൾ ഇറാൻ പുനരുദ്ധരിച്ചതാണ് പുതിയ ആശങ്കയ്ക്ക് വഴിവെച്ചത്. മാത്രമല്ല, ജൂണിലെ സംഘർഷത്തിൽ ഇറാന്റെ സഖ്യകക്ഷികളായ ഇറാഖ്, യമൻ, ലെബനൻ എന്നിവയും ഇടപെട്ടിരുന്നില്ല. എന്നാൽ ഇക്കുറി ഇറാനെതിരെ ആക്രമണമുണ്ടായാൽ ഈ രാജ്യങ്ങളുടെ സൈന്യവും പ്രതിരോധിക്കാൻ എത്തുമെന്ന് സൂചനകളുമുണ്ട്. പുറമെ ഇറാനോട് കൂറുള്ള ഹൂതികളും ലെബനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ ഇറാൻ അനുകൂല വിമതരും രംഗത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ US സംഘർഷം ഖമനേയി പറഞ്ഞതുപോലെ പ്രാദേശിക യുദ്ധമായി മാറും.
ചർച്ചയ്ക്ക് വഴി തെളിഞ്ഞു വരുന്നതിനിടയിലാണ് യുഎസിന്റെ വിമാനവാഹിനി പടക്കപ്പലായ USS എബ്രഹാം ലിങ്കന് നേർക്ക് ഇറാൻ ഡ്രോണിനെ അയച്ചത്. ഷാഹിദ് എന്ന ഇറാനിയൻ ഡ്രോൺ US സൈന്യം വെടിവെച്ചിടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഖമനേയ്ക്ക് നേരെ ഭീഷണി ചെയ്തത്. ഡ്രോൺ അയച്ചത് മേഖലയിലെ പതിവ് നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് എന്നും രാജ്യാന്തര നിയമം ലംഘിച്ചിട്ടില്ല എന്നുമാണ് ഇറാൻ എടുത്തിരിക്കുന്ന നിലപാട്. ഇതിനു പുറമെ അന്ന് ഹോർമൂസ് കടലിടുക്കിൽ ഒരു US വാണിജ്യ കപ്പൽ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചയിൽ ഒരു പോസിറ്റിവിറ്റി പ്രതീക്ഷിക്കാമോ? എന്തായാലും ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര വിദഗ്ധരും ഇത് ഉറ്റുനോക്കുകയാണ്.